ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പോൾ സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ, ഈ സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കൾ പറയുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയില്ല, CBI അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുമെന്നാണോ നമ്മൾ അറിയുന്നത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ സുനിഷ? അരുൺ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിയെ കാണാനാണ് കുടുംബം നിൽക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ്. ഈ ഒരു സമയത്താണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിന്റെ പരിധിയിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം കുടുംബം നേരത്തെ മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും പ്രതി ചേർക്കുക എന്നതാണ്. മറ്റൊരു കാര്യം, ഈ പ്രതിപട്ടികയിലുള്ളവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുക. മറ്റൊന്ന്, ഈ അക്ഷയ അടക്കമുള്ളവരെ പ്രതി ചേർക്കുക എന്ന ആവശ്യമാണ്. അത്തരത്തിൽ ചില ആവശ്യങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ നിലവിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാനുള്ള കുടുംബത്തിന്റെ നീക്കം. അങ്ങനെ ഇന്ന് പരാതി നൽകാനാണ് ഒരു തീരുമാനം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് UGCക്ക് നൽകിയ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി ഡീനും അതേസമയം തന്നെ അസിസ്റ്റന്റ് വാർഡിനും ഇതിൽ പങ്കുണ്ട്. റിപ്പോർട്ട് നൽകുന്നതിൽ നിന്നും ആദ്യം താഴ്ന്നത് ഇവരാണ്. എങ്ങനെയാണ് സിദ്ധാർത്ഥന് ഇത്രയധികം ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത് ഈ കുടുംബം നേരത്തെ തന്നെ സാധൂകരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് നേരത്തെ കുടുംബം ആരോപിക്കുന്ന ഈ ഡീനിനെ അടക്കം പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യമൊക്കെ തന്നെയും സാധൂകരിക്കുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുക. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് കുടുംബം മുന്നോട്ടേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞത്, ഈ കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥരിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. അത് ഇല്ലാതാക്കാൻ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം നൽകുക എന്നൊരു കാര്യം മാത്രമാണ് നടക്കുക. ഈ പ്രതിപക്ഷം അടക്കം വലിയ രീതിയിൽ സമരം ചെയ്യുന്നതും ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിലും ക്ലിഫ് ഹൗസിന് മുന്നിലും സിദ്ധാർത്ഥന്റെ വീട്ടിന് മുന്നിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു CBI അന്വേഷണം വേണം. ഈ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം വേണം. അതേസമയം തന്നെ ഡീനെയും ഈ അസിസ്റ്റന്റ് വാർഡനെയും പ്രതി ചേർക്കണം. അക്ഷയെ മുഖ്യപ്രതിയായി തന്നെ ഉൾപ്പെടുത്തണം. ഈ പിടിച്ചിരിക്കുന്ന പ്രതികൾക്കൊക്കെ തന്നെയും കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് എന്തായാലും കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നത്. 11 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി കാണാൻ സമയം നൽകിയിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ബോധിപ്പിക്കാനുള്ള ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയാണ്.